കൃപാസനം സാക്ഷ്യങ്ങൾ. തമിഴ്നാട്ടിൽ നിന്നുള്ള ആഗ്ലിന്റെ സാക്ഷ്യം. ഉടമ്പടി വഴി OET പരീക്ഷ പാസ്സായ സാക്ഷ്യം. ഒരു ഡോക്ടറായ ഇവർക്ക് IELTS എഴുതിയിട്ട് കിട്ടുന്നില്ലായിരുന്നു. വീണ്ടും OETക്ക് ട്രൈ ചെയ്തു. എക്സാം എളുപ്പമായിരുന്നു. പക്ഷേ 1 മാർക്കിന് തോറ്റപ്പോൾ ഇവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അതിനുശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു. വീണ്ടും 1 പ്രാവശ്യം കൂടി എക്സാം എഴുതി പാസ്സായി. അതിനുശേഷം UK പോയി പ്ലാബിൻ്റെ എക്സാമിന് ട്രൈ ചെയ്തു. പരീക്ഷ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 8 മാർക്കിന് ഇവർ ദയനീയമായി പരാജയപ്പെട്ടു. വീണ്ടും ഡേറ്റ് എടുത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. എക്സാമിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. വീണ്ടും ഉടമ്പടി കാശുരൂപവുമായി പോയി എക്സാം എഴുതി. അതിൻ്റെ ഫലമായി എക്സാം പാസ്സായി. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അടുത്തത് ഡിൻസിന്റെ സാക്ഷി. ഒരു ജോലിയുടെ ടാഗ് എങ്കിലും ഇട്ടാൽ മതിയെന്ന് ഞാൻ വിചാരിച്ചു. ലഭിച്ചത് അതേ ജോലി. ഉടമ്പടി അത്ഭുതം. ഇദ്ദേഹം ഫാമിലിയായി UK ആയിരുന്നു. അവിടെ UK കെയർ വിസയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു നല്ല ജോലിക്ക് വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻ അയച്ചെങ്കിലും ഒന്നും ശരിയായില്ല. അതിനുശേഷം ഡിൻസ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. പിന്നെ UK ഗവൺമെന്റ് സെക്ടറിലേക്ക് അപേക്ഷ അയച്ചു. അവിടുത്തെ സ്റ്റാഫ് ഇട്ടിരുന്ന ടാഗെങ്കിലും ഇട്ടാൽ മതിയെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു. അതിനുശേഷം ഒരു ഇന്റർവ്യൂവിന് വിളിക്കുകയും ഡിൻസ് ആഗ്രഹിച്ച അതേ ജോലി ലഭിക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. അടുത്തത് പ്രീതി മാനുവലിന്റെ സാക്ഷ്യം. ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ അമ്മ ഇവരോട് പറഞ്ഞു, മാതാവ് അൾത്താരയിൽ നിൽക്കുന്നത് എനിക്ക് കാണാമെന്ന്. ശേഷം സംഭവിച്ചത്, ഇവരുടെ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് വൃക്ക സംബന്ധമായ അസുഖം മൂലം ഹോസ്പിറ്റലിൽ ആയിരുന്നു. ആ സമയം കൃപാസനത്തെക്കുറിച്ച് അറിയുകയും കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ മാതാവ് അൾത്താരയിൽ നിൽക്കുന്നത് കാണാമെന്ന് പറയുകയും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായി ഭർത്താവിൻ്റെ അമ്മയ്ക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ ഇവർക്ക് ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് മാറിക്കിട്ടുന്നതിനും വസ്തു വിൽക്കുന്നതിനും വേണ്ടി ഉടമ്പടിയിൽ നിയോഗം വെച്ച് വെഞ്ചരിച്ച ഉപ്പ് ആ സ്ഥലത്ത് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സ്ഥലം വിൽക്കുവാനും കടബാധ്യതകൾ തീർക്കാനും സാധിച്ചു.